തിരുവനന്തപുരം വെള്ളറടയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ജൂൺ 12-നാണ് പനച്ചമൂട് പഞ്ചാങ്കുഴി മാവുവിള സ്വദേശിയായ പ്രിയംവദയെ കാണാതായത്. ജോലിക്ക് പോയെന്ന് കരുതിയ പ്രിയംവദയെ പിന്നീട് കാണാതാവുകയായിരുന്നു. പ്രിയംവദയുടെ മക്കൾ പലതവണ അമ്മയെ ഫോണിൽ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണവും തുടങ്ങി. അതിനിടെയാണ് തൻ്റെ വീടിന് സമീപം രക്തക്കറ കണ്ടതായി പ്രിയംവദയുടെ അയൽവാസി സരസ്വതി വെളിപ്പെടുത്തിയത്. മാവുവിള പള്ളി വികാരിയോടാണ് സരസ്വതി ഇക്കാര്യം പറഞ്ഞത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു. സംഭവസ്ഥലത്ത് പോലീസ് രക്തക്കറയും മുടിയും കണ്ടെത്തി. പോലീസ് എത്തിയതോടെയാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. സംഭവത്തിൽ സരസ്വതിയുടെ മരുമകൻ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ വിനോദ് കുറ്റം സമ്മതിച്ചു. പ്രിയംവദയെ കൊന്നു കുഴിച്ചിട്ടതായി വിനോദ് പോലീസിനോട് പറഞ്ഞു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രതി പറഞ്ഞു. പ്രിയംവദയുടെ കയ്യിൽ നിന്ന് വിനോദ് പണം വാങ്ങിയിരുന്നു. പ്രിയംവദ അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് വിനോദ് നൽകിയ മൊഴി. അതിനിടെ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വിനോദിൻ്റെ ഭാര്യ മാതാവ് സരസ്വതി എത്തി. പ്രിയംവദയുടെ മൃതദേഹം ആദ്യം കണ്ടത് താനാണെന്ന് സരസ്വതി പറഞ്ഞു. ദുർഗന്ധം അനുഭവപ്പെട്ടപ്പോഴാണ് വീട്ടിൽ വന്ന് നോക്കിയത്. പേടി കാരണം ഒരു ദിവസം മുഴുവൻ ഇക്കാര്യം മറച്ചുവെച്ചു. പിന്നീടാണ് പുരോഹിതനോട് പറഞ്ഞതെന്നും സരസ്വതി പറഞ്ഞു. പ്രതിയായ വിനോദിൻ്റെ മക്കളെയും കൂട്ടി പോയി നോക്കിയപ്പോഴാണ് കൈ കണ്ടത്. വിശ്വസിക്കാൻ കഴിയാതെ ചെറുമക്കളെ കൊണ്ട് വീണ്ടും നോക്കിച്ചു എന്നും സരസ്വതി പറഞ്ഞു. എന്നാൽ സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രതി വിനോദിൻ്റെ മൊഴി തെറ്റാണെന്ന് പ്രിയംവദയുടെ മക്കൾ പറയുന്നു. വിനോദുമായി അമ്മയ്ക്ക് ഒരു ബന്ധവുമില്ല. സാമ്പത്തിക ഇടപാടുണ്ടെന്ന ആരോപണം കള്ളമാണ്. അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന 3.5 പവൻ സ്വർണവും കാണാനില്ലെന്നും പ്രിയംവദയുടെ മക്കളായ ചിഞ്ചുവും രേഷ്മയും പറഞ്ഞു. വീട്ടിലെ അയനിപ്ലാവിൽ നിന്നും വിനോദിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ചക്ക വീഴുന്നതിനെ തുടർന്ന് തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും തർക്കമുണ്ടായി. നേരത്തെ വഴി നടത്തുന്നതിനെ ചൊല്ലി പ്രശ്നമുണ്ടായിരുന്നു. കേസ് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഒത്തുതീർപ്പായതെന്നും മക്കൾ പറയുന്നു. പ്രതി വിനോദിൻ്റെ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നു. പ്രിയംവദ പാൽ വാങ്ങാൻ പോയപ്പോൾ ബലമായി വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്നാണ് വിനോദിൻ്റെ മൊഴി. മുഖത്തടിച്ചപ്പോൾ പ്രിയംവദയുടെ ബോധം പോയി. ബോധം തെളിഞ്ഞപ്പോൾ പ്രിയംവദ വിളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയെന്ന് വിനോദ് മൊഴി നൽകി. പ്രിയംവദയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം 3 ദിവസം വീട്ടിലെ കട്ടിലിനടിയിലാണ് മൃതദേഹം സൂക്ഷിച്ചത്. അതിനിടെ വിനോദിൻ്റെ സഹോദരൻ സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മൃതദേഹം മറവ് ചെയ്യാൻ മണ്ണ് വെട്ടിയിടാൻ മാത്രമാണ് താൻ സഹായിച്ചതെന്നാണ് സന്തോഷിൻ്റെ മൊഴി. പ്രതിയായ അയൽവാസി വിനോദിൻ്റെയും പ്രിയംവദയുടെയും വീട് ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവുമാണ്. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയംവദയുടെ താമസം. വ്യാഴാഴ്ച രാവിലെ പതിവ് പോലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ പ്രിയംവദ തിരികെ വന്നില്ല. തുടർന്നാണ് മക്കൾ പോലീസിൽ പരാതി നൽകിയതും കൊലപാതക വിവരം പുറത്തു വന്നത്.